ഞാനും അമ്മു കളിക്കായിരുന്നു. ഞങ്ങളുടെ എപ്പോഴും ടീമായിരിക്കും. അപ്പൂനെ അമ്മൂനെ തല്ലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അപ്പൊ ഞാൻ അവളെ സ്ഥലത്തൂടെ കാല് പിടിച്ച് വലിച്ചോട്ടെ. അന്നും അത്രേ ഉള്ളൂ, ഇന്നും ഇത്രേ ഉള്ളൂ. വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നീ കല്യാണം കഴിക്കാൻ പോകുന്ന അമ്മൂന് ഞങ്ങളുടെ എല്ലാവരുടെയും വക വിവാഹമംഗളാശംസകൾ. ഹാപ്പി മാരീഡ് ലൈഫ്. എന്താ പറയാ, ഒന്നുമില്ല. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് അമ്മു. അമ്മൂനോടൊന്നിട്ട് പറയാനുള്ള അമ്മു നല്ല രീതിയിൽ ജീവിക്കുക, നല്ല കല്യാണം കഴിഞ്ഞ് അടിപൊളി മറ്റേ എന്താ പറയാ അടിപൊളി ലൈഫ് അല്ലേ. ഞങ്ങള് പറയുമ്പോ ഞങ്ങക്ക് പറയാണ്ടല്ലോ, തലതൊട്ടപ്പനും തലതൊട്ടമ്മയാണ്. അതെ, ആ കളറാവട്ടെ അവളുടെ ജീവിതം. എല്ലാവിധ ആശംസകളും. അതെ, ബീനാൻഡി വരണേക്കാട്ടും മുന്നിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറയും. ബീനാൻഡി ജോലി കഴിഞ്ഞ് വരണേക്കാളും മുമ്പ് ഇവിടെ മിണ്ടാണ്ട് എല്ലാരും കൂടി അമ്മൂനെ ഒറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ അത് അവൾക്ക് മനസ്സിലാവാറില്ല. അവള് എല്ലാ കാര്യങ്ങളും പോയി പറയാ ബീനാൻഡിന്റെ അടുത്താ. ബീനാൻഡി ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ബീനാൻഡി ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും കരഞ്ഞ് കൊളാക്കി വെക്കും പറഞ്ഞിട്ട് ബെറ്റ് വെച്ചേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ 5 മണി 5:30 ആവും ജോലി കഴിഞ്ഞ് വരുമ്പോ. ആ സമയം കണ്ട് ഞങ്ങൾ ഇവിടെ അതിനെക്കാട്ടും മുന്നേ തൊട്ട് ഇവളിങ്ങനെ ഒറ്റപ്പെടുത്തി ഞങ്ങൾ 3 പേരും ഗ്യാങ്ങായിട്ട് ഇരുന്ന് തുടങ്ങി. പിന്നെ ആന്റി വരാറാകുമ്പോഴേക്കും ഇവിടെ കരയിപ്പിക്കണല്ലോ, അതാണ് ഞങ്ങളുടെ ടാർഗറ്റ് ആയിരുന്നത്. ആ നേരമായപ്പോഴേക്കും എന്തൊക്കെയോ പറഞ്ഞ തല്ലുണ്ടാക്കി കരയിപ്പിച്ച് ലാസ്റ്റ് ഇവള് പറഞ്ഞു, ഞാൻ എന്റെ ബീനാൻഡി വരുമ്പോ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ ഓടി. അവിടെ നിന്ന് ചെന്ന് അമ്മേന്റെ അടുത്ത് പോയി പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചുരുങ്ങിട്ടുണ്ട് വേണ്ട. അതായിരുന്നു ഇവിടെ എപ്പോഴും കരയിപ്പിക്കുക, ഇവളായിട്ട് എന്നെ തോട്ടിട്ട് ഇരിക്കുക, അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ഹോബി. അങ്ങനെ കുട്ടി കല്യാണം കഴിഞ്ഞ് പോവാറായി, പറയാനി പോവാണ്. ഇത് കഴിഞ്ഞാലും തോട്ടിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുട്ടിക്ക് കല്യാണം കഴിഞ്ഞാൽ ഇതായിട്ടുള്ളൂ, പക്ഷെ പക്വത ഭയങ്കര ഉണ്ടെന്നാണ് അവളുടെ വിചാരം. അത് അവളുടെ വിചാരം മാത്രമാണ്, അവൾക്ക് മനസ്സിലാവുന്നില്ല. കല്യാണം കഴിക്കാൻ അമ്മോന് വിഷമ പറയണ. പിന്നിട്ട് 22 വർഷം നോക്കി സന്തോഷായിട്ട് കല്യാണം കഴിക്കുന്നു. അവളെ ചെക്കന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. എന്തിനാ ഇടയ്ക്കൊക്കെ പറഞ്ഞു വിടില്ല, വെറുതെ ഒരു കൂട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചു നടുന്നു. വളരട്ടെ അവിടെ. ഓക്കെ, ഹാപ്പി മാരേജ് ലൈഫ്. ചേട്ടനെ കണ്ടപ്പോ പെട്ടെന്ന് ആൾക്കൊരു പെണ്ണ് കാണാൻ വന്നപ്പോ ചെക്കനെ കണ്ടു. അമ്മ അരമണിക്കൂർ ബാക്കിൽ പോയി സംസാരിച്ചു. അരമണിക്കൂർ സംസാരിച്ച എന്താന്നറിയില്ല, ഫസ്റ്റ് കണ്ടപ്പോഴേ ഫ്ലാറ്റ് ആയി. അല്ലപ്പ പിന്നെ ചെക്കൻ വന്ന് ഇന്നലെ പൊന്നിച്ചു, അതൊരു അമ്മ ഫ്ലാറ്റ്. ഇതേ പോയിണ്ടായിരുന്ന കൊച്ചാ, പിള്ളേരൊക്കെ എന്തിനു പെട്ടെന്ന് കല്യാണായി. ചെറുപ്പത്തില് ഓർമ്മ ഏഷ്ണികാരിയാ, പേരെന്നെ കണ്ടില്ല, ആശ്ലിന്ന്. ഒന്നും പറയാന്നില്ല. കല്യാണം കഴിഞ്ഞ് പോകുമ്പോ വിഷമുണ്ട്. പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ്. ഹലോ, അമ്മൂനെ കുറിച്ച് പറയാണെങ്കിൽ അമ്മൂനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമോദിസയ്ക്കാണ്. അപ്പൊ അതിനു മുൻപ് ദിവസവാപ്പൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നൈമോൾ ആന്റിയുടെ ഡെലിവറി ടൈമില്. അപ്പൊ വീട്ടിലേക്ക് വന്നപ്പോ നൂനുണ്ടായിരുന്നു കയ്യില്. അപ്പോ ലൂസുവാപ്പൻ പറഞ്ഞു, നൈമോൾ ആന്റീനെ ലാബറൂമിൽ കയറ്റിയേക്കാണ് പെയിൻ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് അപ്പൊ നൂനിനെ അവിടെ നിർത്തി പോയി തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് നൈമോൾ ആന്റി പ്രസവിച്ച് പെൺകുട്ടിയാന്നുള്ളത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മൂനെ കാണുന്നത് മാമോദിസയ്ക്കാണ്. അപ്പോ അന്ന് തറവാട്ടിൽ എത്ര പിള്ളേരുണ്ടോ ആ പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ അമ്മൂന്റെ മാമോദിസന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു മെമ്മറിയാണ്. അപ്പോ അമ്മൂന്റെ കല്യാണമായി. അപ്പോ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, തള്ളിവിട്ടുണ്ടാവും. അതെല്ലാം നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ആൻസനും
അമ്മോനും എൻ്റെയും ചേട്ടൻ്റെയും എല്ലാവരുടെയും വക ഹാപ്പി മാരീഡ് ലൈഫ്. നന്നായിട്ട് ജീവിക്കുക. ഹലോ അമ്മോ, എങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങളൊക്കെ? കല്യാണത്തിൻ്റെ തിരക്കും ഇതൊക്കെ അല്ലേ? അമ്മൂനെ കുറിച്ചുള്ള പറയാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ പറഞ്ഞ മാതിരി തന്നെ വീച്ചിടുന്ന സാധനം വേറെ ഒന്നുമില്ല. പിന്നെ ഹോർമോൺ ആയിട്ട് എന്താ പറയുക, സാധാരണ അവിടെ ചെല്ലുമ്പോൾ കൈ പിടിച്ചിരിക്കുക, അങ്ങനെ ചെറിയ ചെറിയ ഉത്തരങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുക. ചെറുതാണല്ലോ കേസും. പിന്നെ കല്യാണമൊക്കെ മിസ് ചെയ്തു. ഞാൻ ബീച്ച് പോയിക്കാം, ബീച്ചെടുക്കാം കല്യാണം. ഇല്ലേ പ്രശ്നം, വേറെ എന്തെങ്കിലും പരിപാടി സെറ്റാക്കാം. ഹാപ്പി മാരീഡ് ലൈഫ്. നല്ല സൂപ്പറായിട്ട് പോവാം. പിന്നെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിക്കുക. ഇതിപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കണ പിള്ളേരുടെ കാര്യം തന്നെ കല്യാണ പെണ്ണ് അതുപോലും അറിയില്ല. പെണ്ണൊക്കെ ഒന്ന് കല്യാണത്തിന് ശേഷമെങ്കിലും ഫുഡൊക്കെ കഴിച്ചു ഒന്ന് അത്യാവശ്യം നല്ല ഇതൊക്കെ വയ്ക്കാം. ഓക്കെ, എന്നാലൊക്കെയാണ് പണിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അവിടെ ചെന്ന പട്ടിപ്പണി ഇരിക്കും. വീട്ടിൽ ജോലിയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ തലകറങ്ങിയൊക്കെ വീട്ടിൽ വരുള്ളൂ. മര്യാദയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ സെറ്റ് ആവാം. ഓക്കെ, പിന്നെ അപ്പം എന്തായാലും നാട്ടിൽ വരുമ്പോൾ കാണാം. ഓക്കെ, മാരീഡ് ലൈഫ് സൂപ്പറായിട്ട് പോട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. റെഡി? ഓക്കെ, സി. പറഞ്ഞത് ആദ്യം ചെയ്യില്ലേ, പക്ഷെ അത് കഴിഞ്ഞാൽ നീറ്റായിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മള് അധികം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് വന്നപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഇഷ്ടത്തിൽ ദൈവം വിചാരിച്ച പോലെ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു. എന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ഇവിടുത്തെ പോലെ തന്നെ അവിടുത്തെ അമ്മയും ഒരേപോലെ. ഇവിടുത്തെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കും മുമ്പ്, പക്ഷെ അവിടുത്തെ അമ്മ വരുമ്പോ അവർക്ക് സങ്കടം വരും. മക്കളെ അതുപോലെ വളർത്തി കൊണ്ടുവന്നിട്ട് വീണ്ടും കെട്ടി കഴിയുമ്പോ അത് പറയുമ്പോ രണ്ടുപേരും ഒരേപോലെ തന്നെ അയക്കണം. അതാണ് പറയാനുള്ളത്. പിന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. കൊണ്ടുവന്നപ്പോ നല്ല തക്കുടും കൊണ്ടെത്തിയായിട്ട ഇവളെക്കാളും ഇതില് അവളാ അവളാണ് ഏറ്റവും കൂടുതൽ. നിങ്ങള് മൊബൈലിലത്തെ എന്ത് ഫലവും അവളധികവും സജിത്ത് അപ്പൊ തന്നെ വിളിച്ചു പറയും. അമ്മൂന്റെ അടുത്തേക്കല്ലേ, അമ്മു പറഞ്ഞു തരുമെന്ന് പറയും. അപ്പൊ ഞാൻ അമ്മൂന്റെ അടുത്തേക്ക് പോകുള്ളൂ. മൊബൈലോ ആഗ്രഹമുള്ള ആഗ്രഹത്തിന്റെ അടുത്ത് പോയായിരുന്നു. പിന്നെ അമ്മൂന്റെ അടുത്തേക്ക് അയ്യോ ഞാൻ ആരടുത്തേക്ക് പോവാ, വിഷമൊക്കെയുണ്ട് നിന്നെ. അയ്യോ അങ്ങനെ എനിക്കിഷ്ടമാണ് അവളെ. അവൾ പോണേന് സങ്കടമൊക്കെ ഉണ്ട്. എല്ലാ കാര്യത്തിനും ഓടി വരുന്നത് അവളെനിക്ക്. അവള് എനിക്കും വന്ന് നിൽക്കും കൂട്ടിനൊക്കെ. നൃത്തം വയ്ക്കും പൂന്തെന്നൽ മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ. എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി. തുമ്പക്കുടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി. മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെ